Samsung Galaxy Z Fold 3 സാംസങ്ങിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഒരു ഗിവ് അവേ റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോ ഇവിടെ ഐക്കാർഡിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. ആ ഗിവ് അവേയിൽ പറയുന്ന കറക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളാകാം ആ ഒരു ഗിവ് അവേയിലെ വിന്നർ. ഇനി നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 3യുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സാംസങ് ഗാലക്സി Z Fold 2യുടെ റിവ്യൂ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ സാംസങ് ഗാലക്സി Z Fold 3യുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി Z Fold 3 എന്ന് പറയുന്ന ഫോണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഫ്രണ്ടിൽ വരുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസോട് കൂടിയിട്ടുള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള MOLED ഡിസ്പ്ലേ ആണ്. പിറകിലും വരുന്നത് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് പിറകിൽ വരുന്നത്. അതുപോലെ സൈഡിൽ വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ്. അതിൽ തന്നെ ആർമർ അലൂമിനിയം എന്ന് പറയുന്ന ഒരു ഫ്രെയിമാണ് വരുന്നത്. ഒരു ലക്ഷറി ഫീലുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷറി മെറ്റീരിയലാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. കാണാൻ ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഫോൾഡ് 2യുടെ ഏകദേശം സിമിലാരിറ്റി നമുക്കുണ്ടെങ്കിലും കാരണം അത് ഈ ഒരു ഫോണിന് അങ്ങനെ ഒരു ഡിസൈനെ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ക്യാമറ സൈഡിലൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ Z Fold 2യേക്കാളും ഒരല്പം കൂടി വെയിറ്റും കുറവാണ്. ഇത് വരുന്നത് 271 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. കഴിഞ്ഞ വർഷത്തെ Z Fold 2ൽ വന്നിരുന്നത് 282 ഗ്രാം ആയിരുന്നു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി Z Fold 3. ഇപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്ന് കയ്യിലൊന്ന് അത്യാവശ്യം ഒരു ഒതുങ്ങുന്ന ഒരു ഡിസൈനാണ് സാംസങ് ഗാലക്സി Z Fold 3യുടേത്. താഴ്ഭാഗത്താണ് നമ്മുടെ ടൈപ്പ് C ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഒരു സ്പീക്കർ ഗ്രില്ല് ഇവിടെ താഴ്ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു സ്പീക്കർ ഗ്രില്ല് നമ്മുടെ മുകൾ വശത്ത് കാണാം. നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ സൈഡ് ഭാഗത്താണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ വൈസ് നോക്കാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു സാംസങ് ഗാലക്സി Z Fold 3 ആണ് ഫോൾഡബിൾ ഫോണിലെ ആദ്യത്തെ വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണായിട്ട് വന്നത്. IPX8 റേറ്റിംഗ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മീറ്റർ 30 മിനിറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻറ്റിൽ ആദ്യമായിട്ട് വരുന്ന ഫോൾഡബിൾ ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി Z Fold 3 ആണ്. ഡ്യുവൽ നാനോ 5G സിം കാർഡാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. 3 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. ഫാൻറ്റം ബ്ലാക്ക്, അതുപോലെ ഫാൻറ്റം ഗ്രീൻ, ഫാൻറ്റം സിൽവർ. ഈ ഒരു 3 കളേഴ്സിലാണ് ഗാലക്സി Z Fold 3 മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസ്പ്ലേ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 7.6 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷിംഗ് റേറ്റോട് കൂടിയിട്ടുള്ള ഫോൾഡബിൾ ഡൈനാമിക് MOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിരിക്കുന്നത് 6.2 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളതാണ്. ഇതിലും 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ ഡൗട്ടിൻ്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഗാലക്സി Z Fold 3യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 7.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ടാബ്ലറ്റ് സൈസാണ്. വളരെ എന്താ പറയുക വലിയ രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 1200 നിറ്റ്സ് വരെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് പോകും. അതുകൊണ്ട് തന്നെ വെയിലത്തൊക്കെ നമ്മൾ പോയാൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ റീഡബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ടാണ്. എനിവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയാണ് ക്യാമറ വരുന്നത്. സൂം ചെയ്ത് ഒന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗത്താണ് ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വലിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഈവൻ പഞ്ച് ഹോൾ ക്യാമറയിൽ കാണുന്ന ആ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ അതായത് ഫോൾഡബിൾ ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം.
രണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് വളരെ ഷാർപ്പായിട്ട് തന്നെ വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ കേസ് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി Z Fold 3 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാംസങ് ഗാലക്സി Z Fold 3 എന്ന് പറയുന്ന ഒരു പ്രീമിയം ഫോണാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Qualcomm Snapdragon 888 പ്രൊസസ്സറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 നാനോമീറ്റർ ചിപ്സെറ്റാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഒക്ടാ കോർ ആണ്. 2.84 ആണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഇനി GPU പരിശോധിക്കുകയാണെങ്കിൽ Adreno 660 ആണ് അതിൻ്റെ GPU ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാർഡ്വെയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ആണ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി Z Fold 3. സോഫ്റ്റ്വെയർ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഇതിലെ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ 1 UI വേർഷൻ വരുന്നത് 3.1.1 ആണ്. ഇനി മെമ്മറി സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ UFS 3.1 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 12GB റാമിൽ 256GB അതുപോലെ 12GB റാമിൽ 512GB മെമ്മറി വേരിയൻ്റ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ബാറ്ററി സൈഡ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ 4400 mAh ബാറ്ററിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാറ്ററി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും കുറച്ചുകൂടി യൂസ് ചെയ്താലേ പറയാൻ പറ്റും. എങ്കിലും 4400 mAh എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ 2 ദിവസത്തോളം ഏകദേശം യൂസ് ചെയ്തിട്ടുള്ള വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ ഒരു ബാറ്ററി ലൈഫ് വളരെ തീരെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ തീരെ മോശമായ ബാറ്ററി ലൈഫാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ Wi-Fi 6 സപ്പോർട്ടാണ്, ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടാണ്, NFC എനേബിൾഡ് ആണ്, വൈഫൈ കോളിംഗ് എനേബിൾഡ് ആണ്, 5G നെറ്റ്വർക്ക് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും AKGയുടെ സ്പീക്കറാണ്. ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തും അതുപോലെ ഈ ഒരു മുകൾ ഭാഗത്തും ജസ്റ്റ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. സൗണ്ട് നമ്മൾ ഇതിനു മുമ്പ് Z Fold 2യുടെ റിവ്യൂ ചെയ്തിരുന്നു. ആ ഒരു അതേ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വളരെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. AKG ആണ് ഇതിൻ്റെ സ്പീക്കർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലൊന്നും നമുക്ക് വലിയ ഡൗട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സൗണ്ട് വേസ് അല്ലെങ്കിൽ സ്പീക്കർ വേസ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് Z Fold 3യിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. ഇപ്പോൾ മുൻ വർഷങ്ങളിൽ ഇറങ്ങിയ Z Fold 1, 2ൽ നിന്നും എന്താണ് ഈ ഒരു Fold 3യിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് ഇതിൽ നമുക്ക് S Pen യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇത് സാംസങ് ഗാലക്സി Note 20 Ultra'യുടെ S Pen ആണ്. പക്ഷേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പകരം ഇതിനു വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത S Pen ആണ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. ഇത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ ഡിസ്പ്ലേ ഡാമേജ് ആക്കും. എനിവേ നമ്മളിപ്പോൾ ഖത്തറിൽ അല്ലെങ്കിൽ GCCയിൽ ഇന്ത്യയിലൊക്കെ നമുക്ക് പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു S Penനോട് കൂടിയിട്ടുള്ള കേസോട് കൂടിയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. S Pen യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഫോൾഡ് മൊബൈലാണ് സാംസങ് ഗാലക്സി Z Fold 3. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൾട്ടി ടാബ് അല്ലെങ്കിൽ മൾട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഒരേ സമയം നമ്മളിപ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ 2 യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മൂന്നാമതൊരു ആപ്ലിക്കേഷൻസ് കൂടി നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ Z Fold സീരീസിൽ ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. ഒരേ സമയം നമുക്ക് 3 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഫോൾഡ് സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലെക്സ് മോഡ് ഓപ്ഷൻ. അതായത് നമ്മൾ ഇതുപോലെ ഹാഫായിട്ട് വെച്ചാൽ നമ്മളിപ്പോൾ ക്യാമറ ഉൾപ്പെടെ ചില ആപ്ലിക്കേഷൻസിൽ ഈ ഒരു മോഡ് സപ്പോർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ക്യാമറയുടെ പ്രിവ്യൂ കാണാം. അതുപോലെ ഇവിടെ നമുക്ക് ഷട്ടർ ബട്ടണ് അതുപോലെ മറ്റു ഓപ്ഷൻസൊക്കെ കാണാം. ഫോട്ടോ വീഡിയോ ഓപ്ഷന് അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാം. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ക്യാമറയിൽ മാത്രമല്ല ചില ആപ്ലിക്കേഷൻസിൽ ഈ ഒരു മോഡ് സപ്പോർട്ടാണ്. നമുക്കൊരു മിനി ലാപ്ടോപ്പ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാനും സാധിക്കും. Z Fold 3യുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം നമ്മളൊരു സാധാരണ ഫോണിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. കാരണം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ എത്രത്തോളം നമുക്ക് കംഫർട്ടായിട്ട് ഗെയിം കളിക്കുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സാംസങ് ഗാലക്സി Z Fold 3യിലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ശരിക്കും ഒരു എന്താ പറയുക ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഒന്ന് വിഷ്വലി വളരെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഗ്രാഫിക്കിലും വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഗെയിം കളിക്കുന്നുണ്ട് ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യും. ചിലർക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ആദ്യം കുറച്ച് നേരം തോന്നുമെങ്കിൽ പിന്നെ നമ്മളത് ഈസി ആയിക്കോളും. പക്ഷെ വളരെ മികച്ച രീതിയിൽ വളരെ വലിയ ഡിസ്പ്ലേയിൽ തന്നെ വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗെയിമേഴ്സിനൊക്കെ കൂടിയിട്ടാണെങ്കിൽ
വളരെ എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് സാംസങ് ഗാലക്സി Z Fold 3യിൽ നിന്ന് അനുഭവിച്ചത്. 3 ക്യാമറയാണ് സാംസങ് ഗാലക്സി Z Fold 3യിൽ പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ് അതിൽ. സെക്കൻഡ് ലെൻസ് വരുന്നത് 12 മെഗാ പിക്സലിൽ അൾട്രാ വൈഡ് f2.2 ആണ് അതിൻ്റെ അപ്പാച്ചർ. തേർഡ് ലെൻസ് വരുന്നത് ടെലിഫോട്ടോ 2x സൂം ഉള്ളത്, അതും 12 മെഗാ പിക്സലാണ് വരുന്നത്, f2.4 ആണ്, അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. അപ്പോൾ പിറകിലെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഓവറോൾ പെർഫോമൻസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വീഡിയോസ്, നൈറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ 1-2 സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ് ടു 10x ആണ് ഇതിൻ്റെ മാക്സിമം സൂം റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ക്യാമറ സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ല എന്താ പറയുക, എല്ലാ സാംസങ്ങിലും ഉൾപ്പെടുത്തിയിട്ടുള്ള പോലെ തന്നെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സാംസങ്ങിൻ്റെ ഒരു കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 2 ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീൻസ് ഈ ഒരു 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അപ്പാച്ചർ വരുന്നത് 2.2 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. അപ്പോൾ ഇതിലെ ക്യാമറയിൽ എടുക്കുന്ന സെൽഫി ഫോട്ടോസ് വളരെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. നല്ല മികച്ച രീതിയിലുള്ള ഒരു കളർ പ്രൊഡക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ സൂം ചെയ്താലും വളരെ ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചർ ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി മെയിൻ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് UDC ക്യാമറയാണ്. 4 മെഗാ പിക്സലാണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. f1.8 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ക്യാമറ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 6.2 ഇഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന ക്യാമറയുടെ അത്ര ക്വാളിറ്റി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സൂം മീറ്റിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള വീഡിയോ കോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാമറയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫി ക്യാമറയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേയിൽ കാണുന്ന സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. ഇതിപ്പോൾ ഇവിടെ ഈ കാണുന്ന പഞ്ച് ഹോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ സെൽഫി ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നത്. നമുക്ക് നമ്മുടെ മെയിൻ ക്യാമറ വഴി നമുക്ക് ഇതുപോലെ തന്നെ സെൽഫി മോഡിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതിനായി ജസ്റ്റ് ഇവിടെ ഈ ഒരു സെൽഫി എന്ന് പറയുന്നത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് നിവർത്തുക. ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് ക്യാമറ ഈ ഒരു 3 മെയിൻ ക്യാമറ വെച്ചിട്ടാണ്. വൈഡ്, അൾട്രാ വൈഡ്, 2x അപ് ടു 10x. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അതായത് ഏറ്റവും മികച്ച രീതിയിലുള്ള സെൽഫി ഫോട്ടോസും വീഡിയോസും നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 3യിലൂടെ എടുക്കാൻ സാധിക്കും. ഇത് സാംസങ് ഗാലക്സി Z Fold 3യിൽ എടുക്കുന്ന വീഡിയോ ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക വീഡിയോയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഷാർപ്പായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മളിതൊരു പ്രീമിയം ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വളരെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ല കളർ കോമ്പിനേഷന്, അതുപോലെ ഗിംബലില്ല, ഞാൻ കയ്യിൽ തന്നെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള വിഷ്വലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് തന്നെ എഡിറ്റിംഗ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മികച്ച ഒരു ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് എനിക്കിതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊന്ന് കമൻറ്റിലൊന്ന് പറയുക. സാംസങ് ഗാലക്സി Z Fold 3യുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GBക്ക് 6849 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 1,37,000 രൂപയും. 12GB + 512GB മെമ്മറി വേരിയൻറ്റിന് വരുന്നത് 7,249 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 1,45,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഖത്തറിൽ അത് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കേസ് വിത്ത് S Pen കിട്ടും. അതുപോലെ ഗാലക്സി ബഡ്സ് പ്രോ അവൈലബിൾ ആണ്. സാംസങ് കെയർ പ്ലസ് 1 ഇയർ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വാറൻറ്റി എന്നുള്ള രീതിയിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഓരോ രാജ്യത്തും ചിലപ്പോൾ ഡിപ്പെൻസ് ഓൺ മാർക്കറ്റിലനുസരിച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതാണ്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി Z Fold 3 ഒരു എല്ലാം തികഞ്ഞ ഒരു എന്താ പറയുക ഒരു ലക്ഷറി ഫോൺ അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. മികച്ച ക്യാമറ അല്ലെങ്കിൽ മികച്ച വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി, മൾട്ടി ഫങ്ഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി Z Fold 3.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൈസ് 1,50,000 അടുത്ത് നിങ്ങളുടെ ബജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 3യുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന സുഹൃത്തെന്ന് പറയുന്നത് സാംസങ് ഗാലക്സി Z Flip 3 ആണ്. ഈ ഒരു ഫോണിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ടെക് സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം സാംസങ് ഗാലക്സി Z Flip 3യുടെ വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.